കൊല്ലം ആയിരവള്ളിപ്പാറ സന്ദർശിച്ച് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ. പ്രകൃതിക്ക് ദോഷം വരാത്ത പ്രവർത്തനങ്ങളിലൂടെ ടൂറിസം സാധ്യതകൾ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഒട്ടനവധി പേർ എത്തുന്ന ആയിരവള്ളിപ്പാറ ഇക്കോ ടൂറിസം സാധ്യതകളുള്ള മേഖലയാണ്. കഴിഞ്ഞ ബജറ്റിൽ കൊട്ടാരക്കര മണ്ഡലത്തിലെ ടൂറിസം വികസന പ്രവർത്തനങ്ങൾക്കായി 2 കോടി വകയിരുത്തിയിട്ടുണ്ട്. അതിൽ ആയിരവള്ളിപ്പാറയുടെ വികസനത്തിനായുള്ള പ്രോജക്ട് റിപ്പോർട്ടിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. പ്രദേശത്തെ പൊങ്ങൻപാറ, ആറാംപാറ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന മുട്ടറ, മരുതിമല, ജഡായുപാറ എന്നിവ ബന്ധിപ്പിച്ച് ടൂറിസം സർക്യൂട്ട് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ ചുറ്റോട് ചുറ്റും ഇത്രയും വിശാലമായ മനോഹരമായ വ്യൂ ഉള്ള വളരെ അപൂർവം പാറകളുള്ളൂ. അപ്പോൾ ഇത് ഒരു ടൂറിസം പദ്ധതി എന്ന നിലയിൽ ഇവിടെ ഇപ്പം വച്ചേക്കുന്ന പണത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടുണ്ട്. ആ പ്രൊജക്ട് റിപ്പോർട്ട് വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇതും പൊങ്ങംപാറയും നമ്മുടെ മാറാംപാറ, അങ്ങനെ 2-3 പാറകൾ നമ്മുടെ ഇവിടെ ഉണ്ട്. ഇവിടെ ജഡായു ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം ചേർത്തൊരു ടൂറിസം സർക്യൂട്ട്, ഈ പാറയുമായി ബന്ധപ്പെട്ട സർക്യൂട്ട് തന്നെ നടക്കുന്ന സൗകര്യങ്ങളുണ്ട്.